വിവി മാത്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് കൂട്ടുകാരെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, പഠിച്ചിട്ടുണ്ടാവും. വർക്കുകൾ ചെയ്തിരുന്നോ? ചെയ്തു. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 100 and above അല്ലേ, 100ഉം അതിന് മുകളിലുള്ള നമ്പേഴ്സും എങ്ങനെയാണ് എഴുതുന്നത്, എങ്ങനെയാണ് വായിക്കുന്നത് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഓർമ്മ ഉണ്ടാവും അല്ലേ? യെസ്. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും 100 അല്ലേ? 100 എന്ന് പറഞ്ഞാൽ 100 അല്ലേ? 100 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്കുള്ള ഒത്തിരി നമ്പേഴ്സ് നമ്മൾ എഴുതാൻ പഠിച്ചു, വായിക്കാൻ പഠിച്ചു അല്ലേ? അതുപോലെ തന്നെ മിസ്സായിട്ടുള്ള നമ്പേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് പഠിച്ചു. ഓക്കെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇതെല്ലാം പഠിച്ച ഒരു കുട്ടിയുണ്ട്, നമ്മുടെ അടുത്തുള്ള അപ്പു ഇതെല്ലാം പഠിച്ചതാണ്. മാഷു പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പു പഠിച്ചിട്ടുണ്ട്. 100 and above നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പുവിനൊരു സംശയം, അപ്പുവിന് ഒരു കാര്യം അറിയില്ല. അപ്പുവിന്റെ അച്ഛന്റെ കയ്യിൽ ഒത്തിരി കാശുണ്ട്. പക്ഷെ കാശ് കൊണ്ടുവരുന്ന സമയത്ത് അപ്പുവിനോട് എണ്ണാൻ പറഞ്ഞിട്ട് അപ്പുവിന്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അപ്പുവിനെ എണ്ണാൻ അറിയില്ല. കൂട്ടുകാർക്ക് അറിയോ എങ്ങനെയാണ് കാശ് എണ്ണാന്ന്? അറിയാവോ? ഇല്ലല്ലോ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് കാശ് എണ്ണാന്നത് അല്ലേ? നിങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തൊക്കെ ഒത്തിരി കാശുണ്ടാവും, കണ്ടിട്ടുണ്ടാവും ഇല്ലേ? അപ്പോൾ അത് അച്ഛനും അമ്മയ്ക്ക് അത് എഴുതുന്നതും എണ്ണുന്നതും കൗണ്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമുക്കത് പഠിക്കണ്ടേ? നമ്മളിന്ന് അത് പഠിക്കാനാണ് പോകുന്നത്. എങ്ങനെയാണ് കാശ് കൗണ്ട് ചെയ്യുന്നത്? ഓക്കെ. എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്. ഇതെങ്ങനെയാണ് കൗണ്ട് ചെയ്യാൻ നോക്കാം നമുക്ക്. ഇതാ ഈ നോട്ട് കൂട്ടുകാരെല്ലാവരും കണ്ടിട്ടില്ലേ? ഇത് 500 റുപ്പി നോട്ടാണ് അല്ലേ? അതുപോലെ ഇതാ ഈ നോട്ട് എത്ര രൂപയുടേതാണ്? 100. യെസ്, വെരി ഗുഡ്. അടുത്തത് ഇതാ എൻ്റെ കയ്യിലുള്ള നോട്ട് ഇതാണ്. ഇത് എത്ര രൂപ നോട്ടാണ്? മനസ്സിലായില്ല? ഞാനിതാ ശരിക്കും പിടിച്ചു. അപ്പൊ മനസ്സിലായോ എത്ര രൂപയാണ്? 20 റുപ്പീസ്. കറക്റ്റ്. ഇനി ഇതാ ഒരു നോട്ട് ഇവിടെ ഉണ്ട്. ഇത് എത്ര രൂപയാണ്? വായിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പൊ വായിക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, 10 റുപ്പി നോട്ട്. കറക്റ്റ്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ നോട്ടുകൾ എല്ലാം കൂടെ ചേർത്തിട്ട് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ടോട്ടൽ എത്ര രൂപയാണ് ഉള്ളത് നോക്കാം. അപ്പൊ എന്റെ കയ്യിലുള്ളത് ഏതൊക്കെ നോട്ടുകളാണ്? ഇതാ ആദ്യം 500 എത്ര ഉണ്ട്? ഒരെണ്ണ എന്റെ കയ്യിലുള്ളൂ അല്ലേ? സാറിന്റെ കയ്യിൽ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം മാത്രമേ ഉള്ളൂ. സോ 500. ഞാനിതാ ഇവിടെ ബോർഡിൽ ഒരു ടേബിൾ ഒക്കെ വരച്ചിട്ടുണ്ട്, കൂട്ടുകാർക്ക് കാണാലോ. ഇതാ ഇവിടെ എങ്ങനെ ഞാൻ ഇവിടെ എമൗണ്ട് എഴുതാനുള്ള ഒരു സ്പേസ് ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്പർ ഓഫ് നോട്ട്സ് ഓർ കോയിൻസ്, നമ്പർ ഓഫ് നോട്ട്സ് അതായത് നോട്ടുകളുടെ എണ്ണം, കോയിൻസിന്റെ എണ്ണം ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെയും ഞാൻ ഇങ്ങനെ ടേബിൾ വരച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓരോന്നിന്റെയും താഴെ 500ന്റെ നോട്ട്സ് എത്രയാണ് ആ എണ്ണം എഴുതണം. അടുത്തത് 100ന്റെ എണ്ണോ, 50യുടെ എണ്ണോ, 20 റുപ്പി നോട്ട്സ് എത്ര ഉണ്ട് അത് എഴുതണം. 10 റുപ്പി നോട്ട്സ് എത്രയുണ്ട് അത് എഴുതാം. അടുത്തത് 5 റുപ്പി നോട്ട്സ് എത്രയാണെന്ന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ബോക്സിനകത്ത് എഴുതാം. പിന്നെ 2 റുപ്പി കോയിൻസ് അല്ലേ, അതുണ്ടെങ്കിൽ അതിന്റെ എണ്ണം എഴുതണം. പിന്നെയോ 1 റുപ്പി കോയിൻസ്. ഇത്രയും നമ്മൾ ഇങ്ങനെ ഓരോന്നിലും എഴുതി വെക്കണം. അതിനുശേഷം നമ്മൾ ഇതിലെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ആദ്യം 500 റുപ്പി നോട്ടിന്റെ ബോക്സ് ആണ് ഇവിടെ വരുന്നത്. എന്റെ കയ്യിൽ എത്ര 500 റുപ്പി നോട്ട് ഉണ്ട്? ഒരു 500 റുപ്പി നോട്ട് ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ 500 എന്ന് പറയുന്ന ബോക്സിൽ നമ്മൾ 1 എഴുതുന്നു. ഓക്കെ, ഞാനിത് അവിടെ 1 എഴുതി. എന്റെ കയ്യിൽ എത്ര 500 റുപ്പി നോട്ടാണുള്ളത്? ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ 1 എഴുതി. അതുപോലെ 100 റുപ്പി നോട്ട് ഇതാ ഇത്രയേ ഉള്ളൂ. ഇതാ ശരിക്കും പിടിച്ചു തന്നു. എത്രയുള്ളത്? ഒരു 100 റുപ്പി നോട്ടാണുള്ളത്. സോ 100 റുപ്പി നോട്ടിനടുത്തും എന്തെഴുതി? 1 എഴുതി. ഓക്കെ. ഇനി അടുത്തത് എൻ്റെ കയ്യിൽ 20 റുപ്പി നോട്ടാണ്. 20 റുപ്പി നോട്ട്. 50 റുപ്പി നോട്ട് ഉണ്ടായിരുന്നോ? ഞാൻ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. എൻ്റെ കയ്യിൽ ആകെയുള്ളത് ഇതാ എല്ലാ നോട്ടും കൂടി ഒരുമിച്ച് പിടിക്കുകയാണെങ്കിൽ ഇത്രയാണ് വരുന്നത്. കണ്ടില്ലേ? ഒരു 500 റുപ്പി നോട്ട്, 100 റുപ്പി നോട്ട്, 120 റുപ്പി നോട്ട് ആൻഡ് 110 റുപ്പി നോട്ട് അല്ലേ? അപ്പോൾ 500 റുപ്പി നോട്ട് ഒരെണ്ണം,
പിന്നെയോ 100 റുപ്പി നോട്ട് ഒരെണ്ണം. 50 റുപ്പി നോട്ട് ഉണ്ടോ? ഇതിനകത്ത് 50 റുപ്പി നോട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ എഴുതണ്ട കേട്ടോ. അടുത്ത ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് ഒരു ലൈൻ കൊടുക്കും നമ്മൾ. ഇനി 20 റുപ്പി നോട്ട്, ഇതിനകത്ത് 20 റുപ്പി നോട്ട് ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. എത്ര എണ്ണാണ്? ഒരെണ്ണം അല്ലെ. അപ്പൊ നമ്മള് ഇവിടെ 1 എഴുതി. ഇനി അടുത്ത് 10 റുപ്പി നോട്ടിന്റെ ബോക്സ് ആണ്. അപ്പൊ 10 റുപ്പി നോട്ട് ഇതിനകത്തുണ്ടോ? ഉണ്ട്. ഇല്ലേ? യെസ്. ഇവിടെ ഒരു 10 റുപ്പി നോട്ട് ഉണ്ട്, ഒരെണ്ണാണ് ഉള്ളത്. അപ്പൊ ഒരെണ്ണം എഴുതി. ഇനി 5 റുപ്പി നോട്ട് ഉണ്ടോ? ഇല്ല. 2 റുപ്പി ഉണ്ടോ? ഇല്ല. 1 റുപ്പി കോയിൻ ഉണ്ടോ? ഇല്ല. അപ്പോ ഇതാ സാറിന്റെ കയ്യിൽ എത്രയാണ് ഉള്ളത്? ഒരു 500 റുപ്പി നോട്ട്, അത് ഇവിടെ അടയാളപ്പെടുത്തി. ഒരു 100 റുപ്പി നോട്ട്, അത് ഇവിടെ അടയാളപ്പെടുത്തി. പിന്നെ ഒരു 20 റുപ്പി നോട്ട്, അത് അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു 10 റുപ്പി നോട്ട്, അതും ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഈ എമൗണ്ടുകൾ എഴുതി നോക്കാം. ടോട്ടൽ എമൗണ്ട് എങ്ങനെയാണ് വരുന്നത്? ആദ്യം ഇവിടെ വരുന്നത് 500. എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം അല്ലേ. അപ്പൊ നമുക്കിവിടെ 500 പ്ലസ് അടുത്ത 100 റുപ്പി നോട്ട് എത്രയുള്ളത്? ഒരെണ്ണം. അപ്പോൾ again പ്ലസ് 100 പ്ലസ് ഇനി അടുത്ത എന്താണ്? 20 റുപ്പി നോട്ട് ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ പ്ലസ് 20 പ്ലസ് പിന്നെ എന്താ ഉള്ളത്? 10 റുപ്പി നോട്ട് എത്രയാണ് വരുന്നത്? 1 ആണ്. അപ്പോ 10. ഇത്രയല്ലേ വരുന്നത്. അപ്പൊ ഈ ടോട്ടൽ എമൗണ്ട് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇവിടെ സംഖ്യ എമൗണ്ട് എത്രയെന്ന് എഴുതണം അല്ലേ. എത്രയാണ് എമൗണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യെസ്, നോട്ടുകൾ എങ്ങനെയാണ് എണ്ണുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഡിനോമിനേഷൻ അനുസരിച്ച് ഓരോ നോട്ടുകളുടെ എണ്ണ എഴുതി അല്ലെ. എന്നിട്ട് ഓരോ എമൗണ്ട് എത്രയാണ് വരുന്നത് എന്നുള്ളത് ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചു. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കയ്യിലുള്ള ടോട്ടൽ എത്രയാണ് കാശുള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യം നമ്മളിവിടെ 500 500 പ്ലസ് 100. 500 ഒരു 100 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? 600 അല്ലെ. 500 പ്ലസ് 100 600 അല്ലെ. 600 പ്ലസ് 20 ഒരു 20 ആഡ് ചെയ്യുന്നു. അപ്പൊ 620. 20 ഒരു 10 കൂടെ ആഡ് ചെയ്തു. അപ്പൊ എന്ത് വരും? 30. അപ്പൊ സംഖ്യ എത്രയായി ടോട്ടല്? 630. യെസ്. അപ്പൊ നമുക്കിവിടെ എമൗണ്ട് എഴുതി വെക്കാം. 630. മനസ്സിലായില്ലേ കൂട്ടുകാർക്ക്? ഓക്കെ, ഇനി എന്റെ കയ്യിൽ കുറച്ചുകൂടെ കാശുണ്ടെന്ന് കരുതാം. ഇനി ഞാനത് അവിടെ കുറച്ച് കാശ് കാണിക്കുന്നുണ്ട്. നോക്കാം, ശ്രദ്ധിക്കാം. ഇപ്പൊ സാറിന്റെ കയ്യിലുള്ളത് ഇത്രയാണ്. കണ്ടില്ലേ? 3 നോട്ട്സും ഉണ്ട്, 1 കോയിനും ഉണ്ട്. കണ്ടില്ലേ? 1 കോയിൻ. ഇത് 5 റുപ്പി കോയിൻ ആണ്. പിന്നെ ഏതൊക്കെയാണ് നോട്ടുകൾ വരുന്നത്? 100 റുപ്പി നോട്ട് 2 എണ്ണം വരുന്നുണ്ട്. ഒരു 10 റുപ്പി നോട്ടും ഉണ്ട്. ഒരു 5 റുപ്പി കോയിനും ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നോക്കാം നമുക്ക്. ആദ്യം നമ്മൾ ഇതിനകത്ത് ഓരോ നോട്ടുകളുടെയും എണ്ണം എഴുതണം. എന്റെ കയ്യിൽ 500 റുപ്പി നോട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു വര വരച്ചു. ഇനി അടുത്ത ഏതാണ്? 100 റുപ്പി നോട്ടാണ് വേണ്ടത്. 100 റുപ്പി നോട്ട് ഉണ്ടോ ഇതിനകത്ത്? ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 1 2 നോട്ട്സ് ഇല്ലേ. അപ്പൊ നമുക്കിവിടെ 2 എഴുതി. നമ്പർ ഓഫ് നോട്ട്സിൽ 102 എഴുതി. ഇനി 50 റുപ്പി നോട്ട് ഉണ്ടോ? ഇല്ല. ഇനി ആകെ എന്താണ് നോട്ടുള്ളത്? ഒരു 10 റുപ്പിയും പിന്നെ ഒരു 5 റുപ്പി കോയിനും ആണുള്ളത്. അപ്പൊ 50 റുപ്പി നോട്ട് ഉണ്ടോ? ഇല്ല. ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ ജസ്റ്റ് ഒരു വര വരച്ചു. ഓക്കെ, അടുത്തത് 20 റുപ്പി നോട്ട് ഉണ്ടോ ഇതിനകത്ത്? 20 റുപ്പി നോട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെയും വരച്ചു. അടുത്ത 10 റുപ്പി നോട്ട് ഉണ്ടോ? ഉണ്ട്. ഇതാ ഒരു 10 റുപ്പി നോട്ട് ഉണ്ട് അല്ലേ. യെസ്. അപ്പോൾ 1 അവിടെ 1 എഴുതി. അടുത്ത 5 റുപ്പിയാണ്. 5 റുപ്പി നോട്ട് ഉണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ ഒരു കോയിൻ ഉണ്ട് ഇല്ലേ. അപ്പൊ 5 റുപ്പി നമ്മുടെ കയ്യിലുണ്ട്. എത്രയാ? ഒരെണ്ണാണുള്ളത്. സോ 5 റുപ്പിയുടെ ഇവിടെ നമ്മൾ 1 എഴുതി. കണ്ടില്ലേ? അടുത്ത എന്താണ്? 2 റുപ്പി കോയിൻ ഉണ്ടോ? ഇല്ല. 1 റുപ്പി കോയിൻ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എല്ലാ നമ്പർ ഓഫ് നോട്ട്സോ അല്ലെ കോയിൻസ് നമ്മൾ അടയാളപ്പെടുത്തി അല്ലെ. ഇനി ഇത് ടോട്ടൽ എത്രയുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഓരോ ഡിനോമിനേഷനിലും എത്രയാണ് എമൗണ്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ഇവിടെ എഴുതുക. എന്നിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മളിപ്പോ എന്താ ചെയ്തത്?
നമ്മൾ നോട്ടുകളുടെ എണ്ണം എഴുതി വെച്ചു അല്ലേ. ഇനി ഓരോ ഡിനോമിനേഷനിലും എത്രയാണ് എമൗണ്ട് വരുന്നത് നോക്കാം. ആദ്യം നമ്മൾ നോക്കാം, അവിടെ 500 വരുന്നുണ്ടോ? ഇല്ല. 100 എത്ര വരുന്നുണ്ട്? 2 നോട്ട്സ്. അപ്പൊ 200 ആണ് അല്ലെ. 2 times 100 plus 100 200. അപ്പൊ നമുക്കിവിടെ 200 എന്ന് എഴുതാം. 200 പ്ലസ് അടുത്ത് 50 വരുന്നുണ്ടോ? ഇല്ല, നോട്ടില്ല. അടുത്ത് 20 വരുന്നുണ്ടോ? ഇല്ല. നെക്സ്റ്റ് 10 റുപ്പി നോട്ട്സിൽ എത്ര എണ്ണം വരുന്നുണ്ട്? 1. ഒരെണ്ണമല്ലേ വരുന്നത്. സോ നമുക്ക് പ്ലസ് 10 എന്ന് എഴുതാം. 10 കണ്ടില്ലേ. അടുത്തെന്താ വരുന്നത്? 5 റുപ്പി കോയിൻസ് അല്ലെങ്കിൽ നോട്ട്. നമ്മുടെ അടുത്ത് ഒരു 5 റുപ്പി കോയിൻ അല്ലായിരുന്നോ? അപ്പോൾ ഇവിടെ 15 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 10 നേരത്തെ വന്നു പ്ലസ് 5 കണ്ടില്ലേ. അപ്പൊ എത്ര വന്നു? ഇനി ഏതാ 1 റുപ്പി കോയിൻസിൽ വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ വരുന്നത് 200 പ്ലസ് 10 പ്ലസ് 5. അപ്പൊ 200 പ്ലസ് 10 പ്ലസ് 5. 10 പ്ലസ് 5 എന്താണ്? 15. 10 പ്ലസ് 5 15 പ്ലസ് 200. അപ്പൊ 200 പ്ലസ് 15 215 അല്ലെ. എങ്ങനെ എഴുതല്? 215 215 അല്ലെ. 215. അപ്പൊ അത് മനസ്സിലായല്ലോ. യെസ്. ഇനി എന്റെ കയ്യിൽ വേറൊരു കൂട്ടം കൂടി ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് നോട്ട്സ് കൂടെ ഉണ്ട്. നോക്കാം നമുക്ക്. ഇനി എന്റെ കയ്യിലുള്ള ഗ്രൂപ്പ് ഓഫ് നോട്ട്സ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. കാണുന്നുണ്ടോ? നോട്ടുകളെല്ലാം കാണുന്നില്ലേ? ഇതാ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ എല്ലാവർക്കും നോട്ടുകൾ കാണാം. കാണുന്നുണ്ടോ? ഇല്ലേ? ഇതാ എത്ര? ഇതാ 100 ആണ്, മറ്റൊരു 100, വേറൊരു 100 കൂടെ, അങ്ങനെ 300 റുപ്പി നോട്ട്സ്. 1 2 3 അല്ലേ. പിന്നെ 20 റുപ്പി നോട്ട്. 20 റുപ്പി നോട്ട് എത്ര? ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ 10 റുപ്പി നോട്ട് 1 2 ഇത്രയും വരുന്നുണ്ട്. കണ്ടില്ലേ? യെസ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഓരോ നോട്ടുകളുടെയും എണ്ണം എഴുതണം അല്ലെ. 500 റുപ്പി നോട്ട് കയ്യിലുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു വര വരച്ചു അല്ലെ. അടുത്ത 100 റുപ്പി നോട്ട് എത്ര എണ്ണം ഉണ്ട്? 1 2 3 3 നോട്ട്സ് അല്ലെ. അപ്പൊ 100 റുപ്പി നോട്ട്സിന്റെ ബോക്സിൽ നമ്മൾ 3 എഴുതി. കണ്ടോ? 3. അടുത്ത ഏതാണ് വരുന്നത്? 50 എന്റെ കയ്യിലുണ്ടോ? ഇല്ല. 300 കഴിഞ്ഞാൽ പിന്നെ 20 ആണ് വരുന്നത് അല്ലെ. അപ്പൊ 50 ഇല്ല. അപ്പൊ നമ്മളിവിടെ വരച്ചു. പിന്നെ 20 റുപ്പി നോട്ട് വരുന്നുണ്ട് അല്ലെ. 20 റുപ്പി നോട്ട്. 20 റുപ്പി നോട്ട് എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണേ വരുന്നുള്ളൂ. ഒരെണ്ണല്ലേ വരുന്നുള്ളൂ. യെസ്. അപ്പൊ നമ്മളിവിടെ 1 എഴുതി. ഇനി അടുത്ത 10 റുപ്പി നോട്ട്. 10 റുപ്പി നോട്ട് എത്ര എണ്ണം വരുന്നുണ്ട്? 1 2 രണ്ടെണ്ണം വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതവിടെ 2 എന്ന് വരും. ഇനി 5 റുപ്പി കോയിൻ ഉണ്ടോ? ഇല്ല. 1 റുപ്പി കോയിൻ, 2 റുപ്പി കോയിൻസ് ഒന്നുമില്ല അല്ലെ. അപ്പൊ ഇത്രേ വരുന്നുള്ളൂ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ വരച്ചു വെച്ചു, ഇതിനൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ. യെസ്. ഇനി നോക്കാം നമുക്ക്. അപ്പൊ ഏതൊക്കെ നോട്ടുകളാണ് നമ്മുടെ കയ്യിലുള്ളത്? 100 റുപ്പി നോട്ട് ഉണ്ട്. എത്ര എണ്ണം? 3. പിന്നെ ഏതാ വരുന്നത്? 50 ഇല്ല. 20 റുപ്പി നോട്ട് എത്ര എണ്ണം വരുന്നുണ്ട്? ഒരെണ്ണേ വരുന്നുള്ളൂ. 1. പിന്നെ 10 റുപ്പി നോട്ടാണ്. 2 നോട്ട്സ് ഉണ്ട് അല്ലെ. ബാക്കിയൊന്നുമില്ല. അപ്പൊ അതെങ്ങനെയാ നമുക്ക് എമൗണ്ട് എഴുതാം? ഓരോ ഡിനോമിനേഷനിലും വരുന്ന എമൗണ്ട് എങ്ങനെ എഴുതാം? 100ന്റെ 3 ആണ് വരുന്നത്. അപ്പൊ 3 × 100 300 അല്ലെ. 300 പ്ലസ് അടുത്ത ഏതാ വരുന്നത്? 50 ഇല്ല. 20 എത്ര വരുന്നുണ്ട്? ഒരു നോട്ട് മാത്രം. അപ്പൊ 20 ഒരു നോട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ 20 എന്ന് എഴുതി. പ്ലസ് അടുത്ത് നോക്കൂ. 10 റുപ്പി നോട്ടില് എത്ര നോട്ട്സ് ഉണ്ടായിരുന്നു? 2. അപ്പൊ 2 ആകുന്ന സമയത്ത് എത്ര വരിക? 10 പ്ലസ് 10 20. യെസ് 20. അപ്പൊ ഇവിടെ വരുന്ന എമൗണ്ടുകൾ ഏതൊക്കെയാണ്? 300 പ്ലസ് 20 പ്ലസ് 20. ആഡ് ചെയ്തൂടെ? നമുക്ക് ആഡ് ചെയ്യാൻ അറിയാം. ഇനിയിപ്പോ ഇങ്ങനെ ചെയ്ത് നോക്കാം. താഴെ 300 പ്ലസ് 20 പ്ലസ് 20 അല്ലെ. ആഡ് ചെയ്ത് നോക്കാം. അവിടെയൊക്കെ 0 ആയതുകൊണ്ട് 0 പ്ലസ് 0 പ്ലസ് 0 0 തന്നെ. ആഡ് ചെയ്യാം. മക്കൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. അടുത്ത് നോക്കൂ. 0 പ്ലസ് 2 പ്ലസ് 2 4 അല്ലേ. അപ്പൊ ഇവിടെ 4 ഇവിടെ ഉണ്ട് അല്ലേ. യെസ്. അപ്പൊ ഇനി എന്താണത്? 3 ആണ്. 3. സോ എന്ത് കിട്ടി? 340. 340. എമൗണ്ട് എത്ര വരുന്നത്? 340.
മനസ്സിലായല്ലോ? അപ്പോൾ എങ്ങനെയാണ് നോട്ടുകൾ കൗണ്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായോ? യെസ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീട്ടിനകത്ത് അച്ഛൻ്റെ അടുത്തൊക്കെ കാശുണ്ടാവും. അപ്പോൾ കാശുകളൊക്കെ നോക്കിയിട്ട് ഇതുപോലെ എഴുതിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ കൂട്ടുകാരെല്ലാവരും എന്ത് ചെയ്യണം? വീട്ടിൽ അച്ഛൻ്റെ കയ്യിൽ നിന്നോ അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ കാശൊക്കെ മേടിച്ചിട്ട് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സഹായത്തോടു കൂടി നോട്ടുകൾ എണ്ണി പഠിക്കുക കേട്ടോ. അത് കൃത്യമായിട്ട് നോട്ട്ബുക്കിൽ വരച്ചു വയ്ക്കണം. ഇനി പറയാൻ പോകുന്നത്, കൂട്ടുകാരെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് മേടിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ 3 കൂട്ടുകാരുണ്ട് ഇവിടെ. ആരൊക്കെയാണ്? അപ്പു ഉണ്ട്, അമ്മു ഉണ്ട്, നയന. ഇങ്ങനെ 3 കൂട്ടുകാര് സ്കൂളിലേക്ക് ബുക്ക് മേടിക്കാൻ വേണ്ടി പോയി. പക്ഷെ കൂട്ടുകാരല്ല പോയത്, കൂട്ടുകാരുടെ അച്ഛനമ്മമാരാണ് പോയത്. അപ്പൊ അവർക്ക് എത്രയാണ് കാശ് എന്നുള്ളത് അറിയില്ല, കൂട്ടുകാർക്ക് അറിയില്ല. അപ്പോൾ ഇവരുടെ ബുക്കൊക്കെ മേടിച്ച് അച്ഛനും അമ്മയൊക്കെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, എത്ര രൂപയാണ് ബുക്കിനായത്, എത്ര രൂപ കൊടുത്തിട്ടാണ് ബുക്ക് മേടിച്ചത്? അപ്പോൾ ഇവരുടെ 3 പേരുടെയും അപ്പു ആദ്യം തന്നെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛൻ എത്ര രൂപയ്ക്കാണ് ബുക്ക് വാങ്ങിച്ചത്? അപ്പോൾ അച്ഛൻ സംഖ്യ പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞു, ഞാൻ കൊടുത്ത നോട്ടുകൾ ഇത്രയൊക്കെയാണ്. എത്ര നോട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്? 200 റുപ്പി നോട്ട്സ്, 100 റുപ്പിയുടെ 2 നോട്ട്സ്, അതുപോലെ 150 റുപ്പി നോട്ട്സ്, 150 റുപ്പി നോട്ട്സ്, 50 രൂപയുടെ ഒരു നോട്ട്, അതുപോലെ 5 10 റുപ്പി നോട്ട്സ്. 5 10 റുപ്പി നോട്ട്സ് എന്ന് പറഞ്ഞാൽ 10 രൂപയുടെ 5 നോട്ടുകൾ. ഇത്രയാണ് കൊടുത്തത്. ഇനി നീ കണ്ടുപിടിച്ചു. അപ്പൊ അമ്മു അതുപോലെ തന്നെ ചോദിച്ചു, എത്രയാണ് ബുക്കിന് വേണ്ടി കൊടുത്തത്? അപ്പൊ അച്ഛൻ പറഞ്ഞു, അമ്മുവിന്റെ ബുക്കിന് വേണ്ടി കൊടുത്തത്, ഞാൻ ടോട്ടൽ എത്ര എമൗണ്ട് ആണെന്ന് പറയില്ല, പക്ഷെ ഞാൻ കൊടുത്ത നോട്ടുകളുടെ എണ്ണം പറഞ്ഞു തരാം. 300 റുപ്പി നോട്ട്, 100 റുപ്പിയുടെ 3 നോട്ട്സ് ആണ് കൊടുത്തതെന്ന് പറഞ്ഞു. ഓക്കെ. അതുപോലെ തന്നെ നയനയും അച്ഛനോട് ചോദിച്ചു, എത്ര രൂപയ്ക്കാണ് ബുക്ക് മേടിച്ചത്? അപ്പൊ അച്ഛൻ പറഞ്ഞു, എന്താണ്, ഞാൻ കൊടുത്തത് ഇത്രയും നോട്ട്സ് ആണെന്ന് പറഞ്ഞു. 100 റുപ്പി നോട്ട്, 100 റുപ്പിയുടെ 1 നോട്ട്. 350 റുപ്പി നോട്ട്, 50 റുപ്പീസിന്റെ 3 നോട്ട്സ്. അതുപോലെ 220 റുപ്പി നോട്ട്, 20 രൂപയുടെ 2 നോട്ടുകൾ അല്ലേ? 110 റുപ്പി നോട്ട്സ്, 110 റുപ്പി നോട്ട്, 10 റുപ്പീസിന്റെ ഒരു നോട്ട്. ഇത്രയാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ എത്രയായിരിക്കും കൂട്ടുകാരെ പുസ്തകത്തിന്റെ വില? അറിയാവോ? നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് അല്ലേ? യെസ്, വളരെ രസകരമായിട്ട് കണ്ടുപിടിക്കാം. എന്താണ് ഇവിടെ? ആദ്യം അപ്പുവിന്റെ നോട്ട്, അപ്പുവിന്റെ അച്ഛൻ കൊടുത്ത കാശ് എത്രയാണ് നോക്കാം നമുക്ക്. എന്താണ്? 200 റുപ്പി നോട്ട്. അപ്പുവിന്റെ കാശ് കൊടുത്തത് എത്രയാണ്? 200 റുപ്പി നോട്ട്, 150 റുപ്പി നോട്ട് ആൻഡ് 5 10 റുപ്പി നോട്ട്സ്. ഇങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നത്? യെസ്. എത്രയാണ് സംഖ്യ, എമൗണ്ട് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നോക്കാം. 200 റുപ്പി നോട്ട്, 200 എന്ന് പറഞ്ഞാൽ 100 പ്ലസ് 100, 200 വരുന്നില്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, 100 പ്ലസ് 100. അപ്പൊ 200 ആയി. 100 പ്ലസ് 100 എന്തായി? 200 അല്ലേ? യെസ്. അപ്പൊ 100 200. 150 റുപ്പി നോട്ട്, 150 റുപ്പി നോട്ട് എന്ന് പറഞ്ഞാൽ എത്ര രൂപയായി? 50 അല്ലേ? അപ്പൊ നേരത്തെ 200ഉം പിന്നെന്ത് വന്നു? 200 ഉണ്ടായിരുന്നു പ്ലസ് 50 പ്ലസ് പിന്നെന്താണ്? 5 10 റുപ്പി നോട്ട്സ്. 5 10 റുപ്പി നോട്ട്സ് എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 10 രൂപയുടെ 5 നോട്ടുകൾ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് 10 into 5. 10 into 5 എത്രയാ? 50 അല്ലേ? അപ്പോൾ again 200 plus 50 plus 50 അല്ലേ? 200 plus 50 plus 50. അപ്പൊ എത്രയായി? 200 plus 50 എന്തായി? 250 plus 50 300. അപ്പോൾ അപ്പുവിന്റെ അച്ഛൻ കൊടുത്ത കാശ് എത്രയാണ്? 300 റുപ്പീസ് അല്ലേ? 300 റുപ്പീസ്. ആര് കൊടുത്ത കാശ്? അപ്പുവിന്റെ ഫാദർ കൊടുത്തത് അല്ലേ? അപ്പോ അപ്പുവിന്റെ പുസ്തകം മേടിക്കാൻ അച്ഛൻ എത്ര രൂപ കാശ് കൊടുത്തിട്ടാണ് പുസ്തകം വാങ്ങിച്ചത്? 300 റുപ്പീസ്.
ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം, നയന അല്ലെ. നയനയുടെ ഫാദർ കൊടുത്തത് 100 രൂപി നോട്ട്, 100 രൂപയുടെ ഒരു നോട്ട്, 100 രൂപി നോട്ട്. പിന്നെയോ 350 രൂപി നോട്ട്, 50 രൂപയുടെ 3 നോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. 50 റുപ്പീസിന്റെ 3 നോട്ട്സ്. അതുപോലെ 220 രൂപി നോട്ട്സ്, 20 റുപ്പീസിന്റെ 2 നോട്ട്സ്, 2 നോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെയോ 110 രൂപി നോട്ട്, 10 റുപ്പീസിന്റെ ഒരു നോട്ടും. അപ്പൊ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, എങ്ങനെ എഴുതാം? 100 രൂപി നോട്ട്, 100 എന്ന് പറഞ്ഞാൽ 100 മാത്രമേ വരുന്നുള്ളൂ അല്ലെ. 100 പ്ലസ് പിന്നെ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 350 രൂപി നോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 350 രൂപി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 റുപ്പീസിന്റെ 3 നോട്ടുകളുണ്ട്. അപ്പൊ 50 പ്ലസ് 50 പ്ലസ് 50 എത്ര വരിക? 50 പ്ലസ് 50 എത്രയാ? 100. 100 പ്ലസ് 50 150 അല്ലെ. യെസ്. അപ്പോൾ 150 പ്ലസ് പിന്നെയുണ്ട് നോട്ടുകൾ. ഏതൊക്കെയാണ്? 210 രൂപി നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോറി, 220 രൂപി നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 220 രൂപി നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 റുപ്പീസിന്റെ 2 നോട്ടുകൾ, 20 രൂപയുടെ 2 നോട്ടുകൾ. അപ്പൊ എത്രയായി? 20 പ്ലസ് 20 40 റുപ്പീസ്. അപ്പൊ നമ്മളിവിടെ 40 കൊടുത്തു. 40 പ്ലസ് ഇനിയുണ്ട് ഒരു നോട്ടും കൂടെ. ഏതാണ്? 110 രൂപി നോട്ട്, 10 റുപ്പീസിന്റെ ഒരു നോട്ട് കൂടെ ഉണ്ട്. അപ്പോൾ പ്ലസ് 10 അല്ലെ. ഈ എമൗണ്ടുകളെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നയനയുടെ ബുക്കിന്റെ വില കിട്ടുന്നു അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. 100 പ്ലസ് 150, 100 പ്ലസ് 150. ഇനി ഇങ്ങനെ നേരിട്ട് ആഡ് ചെയ്യാൻ പ്രയാസമുള്ളവർ എന്ത് ചെയ്യുക? ഇതുപോലെ ഇവിടെ താഴെ എഴുതാം. 100 പ്ലസ് 150. ഇത് കൂട്ടുകാരെല്ലാവരും പഠിച്ചതാണല്ലോ, അഡീഷൻ പഠിച്ചതല്ലേ? യെസ്. അപ്പോൾ ഇനി ആഡ് ചെയ്ത് നോക്കാം. 0 പ്ലസ് 0 0, 0 പ്ലസ് 5 5, 1 പ്ലസ് 1 2, 250 അല്ലേ. അപ്പൊ ആദ്യത്തെ ഈ 2 നമ്പേഴ്സ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 പ്ലസ് 150 250 കിട്ടി. ഇനി എന്തുകൂടെ ഉണ്ട് ഇവിടെ? 40 പ്ലസ് 10. 40 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ എന്തായി? 50. അപ്പൊ 250 പ്ലസ് 50 എത്ര വരും? 200 പ്ലസ് 50 പ്ലസ് 50 എത്ര വരും? 250 പ്ലസ് 50 300. അപ്പോ നയനയുടെ ഫാദർ കൊടുത്തു എത്രയാണ്? 300 റുപ്പീസ്. അതായത് നയനയുടെ ബുക്കിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 300 റുപ്പീസ്. ഓക്കെ. ഇനി ആരാണുള്ളത്? അമ്മു ഉണ്ട് അല്ലെ. അമ്മുടെ ബുക്കിന്റെ വില എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 300 റുപ്പി നോട്ട്സ്. 100 റുപ്പീസിന്റെ 3 നോട്ട് എന്ന് പറഞ്ഞാൽ എന്തായി? 300 അല്ലെ. അപ്പോൾ 3 പേരും കൊടുത്തിരിക്കുന്നത് എത്ര രൂപയാണ് ബുക്കിന്റെ വിലയായിട്ട്? 300 റുപ്പി നോട്ട് അല്ലെ. 300 റുപ്പീസ് ആണ്. പക്ഷെ ഓരോരുത്തരും കൊടുത്തിരിക്കുന്നത് ഡിഫറെന്റ് നോട്ടുകളാണ്. വ്യത്യസ്തമായിട്ടുള്ള നോട്ടുകൾ കൊടുത്തു, പക്ഷെ എല്ലാം ഒരേ സംഖ്യ തന്നെയാണ് അല്ലെ. എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് വരുന്നത് ഒരേ നമ്പർ തന്നെ, 300 തന്നെയാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? 300 നമുക്ക് ഡിഫറെന്റ് ടൈപ്സിൽ ഇതുപോലെ എഴുതാൻ പറ്റും അല്ലേ. ഇത്രയും മാത്രമല്ല, ഇതിപ്പോ 300 3 ടൈപ്സിൽ എഴുതുന്നതേ നമ്മൾ എഴുതിയുള്ളൂ അല്ലെ. 3 ടൈപ്സിലേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. ഇതുമല്ല, ഒത്തിരി ടൈപ്സിൽ എഴുതാൻ പറ്റും. അപ്പൊ കൂട്ടുകാരെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കല്ലോ. 300 റുപ്പീസിന് ഡിഫറെന്റ് ടൈപ്സിൽ എങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ. ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ അപ്പുവിനെ ഒന്ന് സഹായിക്കണം. എങ്ങനെയാണ് അപ്പുവിനെ സഹായിക്കേണ്ടത്? അപ്പുവിന്റെ കയ്യിൽ 225 റുപ്പീസ് ഉണ്ട്. എത്രയാണുള്ളത്? 225 റുപ്പീസ്. ഇതാ ഇവിടെ അപ്പുവിന്റെ കയ്യിലുള്ള കാശാണ് 225 റുപ്പീസ്. അപ്പുവിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഈ 225 റുപ്പീസിനെ ഡിഫറെന്റ് ഡിനോമിനേഷൻ എഴുതണം. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോട്ടുകൾ ഉപയോഗിച്ചിട്ട് 225 എഴുതണം. ഓക്കെ. എങ്ങനെയാണ് നമുക്ക് അപ്പുവിനെ സഹായിക്കാൻ പറ്റുക? 225 എന്ന് പറയുന്ന ഈ നമ്പറിനെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോട്ട് യൂസ് ചെയ്തിട്ട് എഴുതി കൊടുക്കണം. ചെയ്യാൻ പറ്റുമോ? നോക്കാം.
എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക? നമുക്ക് കിട്ടേണ്ടത് എന്താണ്? 225 ആണ് അല്ലേ? ഇതിൽ എത്ര വൺസ് ഉണ്ട്, എത്ര ടെൻസ് ഉണ്ട്, എത്ര ഹൺഡ്രഡ്സ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അറിഞ്ഞൂടെ? ഇതാണ് വൺസ് പ്ലേസ് ഡിജിറ്റ് 5, ടെൻസ് പ്ലേസ് ഡിജിറ്റ് 2 ആണ്, ഹൺഡ്രഡ്സ് പ്ലേസ് ഡിജിറ്റ് എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. അപ്പൊ ഇതിൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 2 ഹൺഡ്രഡ്സ് അല്ലേ? എത്ര ടെൻസ് വരുന്നുണ്ട്? 2 ടെൻസ്. എത്ര വൺസ് വരുന്നുണ്ട്? 5 വൺസ് അല്ലേ? ആദ്യം നമുക്ക് ഈ രൂപത്തിൽ തന്നെ എഴുതാൻ പറ്റും. എങ്ങനെയാണ്? ഹൺഡ്രഡ്സിന്റെയും ടെൻസിന്റെയും വൺസിന്റെയും എണ്ണത്തിൽ അല്ലേ? അപ്പൊ 100 റുപ്പി നോട്ട് എത്ര എണ്ണം വരുന്നുണ്ട് ഇവിടെ? നമ്മൾ 200 അല്ലേ? 200 റുപ്പി നോട്ട്സ്, 200 റുപ്പി നോട്ട്സ്. അപ്പൊ ഇത്രയും 200 ആയി. ഇനി 10 റുപ്പി നോട്ട്സ് എത്ര എണ്ണം വരണം ഇവിടെ? 2 അല്ലേ? അതായത് ടെൻസ് പ്ലേസ് ഡിജിറ്റ് 2 ആണ്. അപ്പൊ നമുക്ക് അവിടെ 10 റുപ്പി നോട്ട്സ് എത്ര എണ്ണം വരണം? 2. അപ്പൊ നമ്മളിവിടെ 2 10 റുപ്പി നോട്ട്സ് എന്ന് എഴുതാം. 10 റുപ്പി നോട്ട്സ് 2 അല്ലേ? ഇനി വൺസ് എത്ര വരുന്നത്? 5 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് 5 വൺസ് എന്ന് എഴുതാം. 1 റുപ്പി കോയിൻസ്. അപ്പൊ 225 കിട്ടിയില്ലേ? വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരു നമ്പർ തന്നു കഴിഞ്ഞാലും അതിന്റെ പ്ലേസ് വാല്യൂ വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. അതായത് ഇവിടെ 2 ഹൺഡ്രഡ്സ്, 2 ടെൻസ്, 5 വൺസ് ആണ് വരുന്നത്. അതായത് 200 റുപ്പി നോട്ട്സും 2 10 റുപ്പി നോട്ട്സും 5 1 റുപ്പി കോയിൻസ് കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 225 ആയി അല്ലേ? അപ്പൊ നമുക്ക് ഒരു രൂപത്തിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ സഹായിച്ചു. ഇത് എഴുതിയ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. വൺസിന്റെ പ്ലേസിൽ ഏതാ വരുന്നത്? 5 ആണ്. അപ്പൊ 5 വൺസ്, 1 റുപ്പി കോയിൻസ് അല്ലേ? പിന്നെയോ ടെൻസ് പ്ലേസിൽ വരുന്നത് 2 ആണ്. അപ്പൊ 2 10 റുപ്പി കോയിൻസ് അല്ല, അല്ലെങ്കിൽ നോട്ട്സ്. കോയിൻസും ഉണ്ട്, നോട്ടുകളും ഉണ്ട് അല്ലേ? 10 റുപ്പി കോയിൻസ് കൂട്ടുകാർ കണ്ടിട്ടില്ലേ? യെസ്. അപ്പൊ നമുക്ക് 2 10 റുപ്പി നോട്ട്സോ അല്ലെങ്കിൽ കോയിൻസോ. പിന്നെയോ 200 റുപ്പി നോട്ട്സ് അല്ലേ? 100 റുപ്പീസിന്റെ 2 നോട്ട്സ്. അപ്പൊ നമുക്ക് 225നെ ഇങ്ങനെ എഴുതാം, നോട്ടുകളും കോയിൻസും ആക്കിയിട്ട് അല്ലേ? ഇനി അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പിൽ വേറെ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ഇപ്പൊ 200 ഇവിടെ വരുന്നുണ്ട് അല്ലെ? 200. പിന്നെ ഈ 25നെ 2 10 റുപ്പി നോട്ട്സിന് പകരം 25 കോയിൻസ് ആണെന്ന് കരുതാം. ഓക്കെ, 25 വൺസ് എന്ന് എഴുതാൻ പറ്റും നമുക്ക്. അപ്പോൾ 25 കോയിൻസ് ആണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? 25 1 റുപ്പി കോയിൻസ്. അപ്പൊ എത്ര 100 ആവരുണ്ട്? 200. അപ്പൊ 200 റുപ്പി നോട്ട്സ്, 200 റുപ്പി നോട്ട്സ് കണ്ടില്ലേ? 200 റുപ്പി നോട്ട്സ് എന്ന് പറഞ്ഞാൽ 200 ആയി. ഇനി നമ്മൾ ഈ 25നെ ഒരുമിച്ച് ചേർത്തെടുക്കാം. അപ്പൊ എന്താണ്? 25 റുപ്പീസിന്റെ നോട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ ഉള്ളത്? കോയിൻസ് ഉണ്ട് അല്ലേ? 1 രൂപ കോയിൻസ് 25 ടൈംസ് വന്നു കഴിഞ്ഞാൽ 25 റുപ്പീസ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 25 വൺസ്, 1 റുപ്പി കോയിൻസ് ഉണ്ടോ? ഇപ്പൊ ഇവിടെ നോക്കൂ, 200 റുപ്പി നോട്ട്സ്. 200 റുപ്പി നോട്ട്സ് എന്ന് പറഞ്ഞാൽ 200. പിന്നെയോ 25 1 റുപ്പി കോയിൻസ്. അപ്പൊ എന്തായി? 25. അപ്പൊ 200 പ്ലസ് 25 225 അല്ലേ? യെസ്. ഇനി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ നമ്മൾ 200 വരുന്നുണ്ട് അല്ലേ? ഇനി എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ഒന്നുകിൽ 200നെ ഡിഫറെന്റ് ടൈപ്പിൽ എഴുതാം, അല്ലെങ്കിൽ 25നെ മാറ്റി എഴുതാം. നോക്കാം നമുക്ക്. ഈ 200 എന്നുള്ളതിന് പകരം നമ്മൾ എന്തെഴുതുന്നു? 450 റുപ്പി നോട്ട്സ് എഴുതിക്കൂടെ? 450 റുപ്പി നോട്ട്സ്. നമ്മൾ ആദ്യം 200നെയാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. 200നെ മാറ്റി കഴിഞ്ഞാൽ എങ്ങനെ വരുന്നു? 450 റുപ്പി നോട്ട് എന്ന് എഴുതാൻ നമുക്ക്. എഴുതിക്കൂടെ? 450 റുപ്പി നോട്ട് എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 250 റുപ്പി നോട്ട് എന്ന് പറഞ്ഞാൽ 100 ആയി. അപ്പൊ 450 റുപ്പി നോട്ട് എന്ന് പറഞ്ഞാലോ 200. അപ്പൊ 200 കിട്ടി അല്ലേ? അപ്പോൾ 200. പിന്നെയോ 2 10 റുപ്പി നോട്ട്സ്, 2 10 റുപ്പി നോട്ട്സ്, 2 10 റുപ്പി നോട്ട്സ്, 5 1 റുപ്പി കോയിൻസ്, 5 1 റുപ്പി കോയിൻസ്. ശരിയല്ലേ? ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 225 അല്ലേ? നോക്കാം നമുക്ക്.
450 rupee notes. 450 എന്ന് പറഞ്ഞാൽ എത്രയായി? 200. 210 rupee notes. 210 എന്ന് പറഞ്ഞാൽ 20 rupees. അപ്പൊ 220 ആയി അല്ലേ? 5 1 rupee coins. 5 1 rupee coins എന്നാൽ 5 rupees. അപ്പോൾ 200 plus 20 plus 5 225 കിട്ടിയില്ലേ? അപ്പൊ നമ്മള് 225നെ ഡിഫറെന്റ് നോട്ട്സും കോയിൻസും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിഫറെന്റ് ടൈപ്സിൽ 225നെ എഴുതി അല്ലേ? അതായത് 225ന് നമ്മൾ ത്രീ ഡിഫറെന്റ് ടൈപ്സ് എഴുതി. ഇത് 3 ടൈപ്സിലല്ല, ഇനിയും ഒത്തിരി ടൈപ്സിൽ നമുക്ക് ഇതുപോലെ തന്നെ 225നെ എഴുതാൻ പറ്റും. എഴുതിക്കൂടെ? കൂട്ടുകാരെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഇനിയും ഇതുപോലെ ഡിഫറെന്റ് ടൈപ്സിൽ 225നെ എഴുതാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യം സംഖ്യകളെ അല്ലെങ്കിൽ നോട്ടുകളെ എങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യാന്ന് പഠിച്ചു അല്ലേ? അച്ഛൻ്റെ കയ്യിലുള്ള കാശൊക്കെ എടുത്തിട്ട് എങ്ങനെ ശ്രമിച്ചു നോക്കുക എങ്ങനെയാണ് കൗണ്ട് ചെയ്യാന്നുള്ളത്, അത് നമ്മൾ പഠിച്ചു അല്ലേ? അതുപോലെ തന്നെ അപ്പുവിൻ്റെയും നയനയുടെയും പിന്നെ അമ്മുവിൻ്റെയൊക്കെ പുസ്തകത്തിന്റെ വില എത്രയാണെന്ന് കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിക്കാന്ന് മനസ്സിലായല്ലോ? അതെ. അതുപോലെ തന്നെ നമ്മൾ അപ്പുവിനെ സഹായിക്കുകയും ചെയ്തു. അപ്പുവിനെ എങ്ങനെ സഹായിച്ചത്? ഒരു നമ്പറിനെ ഡിഫറെന്റ് ഡിനോമിനേഷനിൽ എഴുതാം. അത് തന്നെയാണ് നമ്മൾ എവിടെയും ചെയ്തത്? പുസ്തകത്തിന്റെ ബുക്കിന്റെ ഗ്രേയിലും നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലേ? യെസ്. അപ്പൊ കൂട്ടുകാര് ഇതുപോലെ ഈ നമ്പറിനെ പോലെ തന്നെ ഡിഫറെന്റ് നമ്പേഴ്സ് എടുത്തിട്ട് ഇതുപോലെ ഡിഫറെന്റ് ടൈപ്സിൽ എഴുതി പഠിക്കുക. കേട്ടല്ലോ? അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂട്ടുകാരെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.